ഇന്ന് നമ്മൾ കേട്ടിട്ടില് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലെവ് വിഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ്. ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്: ഓപ്ഷൻ എ മൈക്രോ അധ്യാപനം, ഓപ്ഷൻ ബി അനുഭവാധിഷ്ഠിത രീതി, ഓപ്ഷൻ സി സംവാദാത്മക പഠനം, ഓപ്ഷൻ ഡി പ്രതിക്രിയ പഠനം. അപ്പൊ ഇതില് ഏതാണ് കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, പ്രതിക്രിയ പഠനമാണ് കറക്റ്റ് ആൻസർ, പ്രതിക്രിയ പഠനം. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ സി വില്യം ജെയിംസ്, ഓപ്ഷൻ ഡി റോബർട്ട് ഗാഗ്നെ. ഇതിൽ കറക്റ്റ് ആൻസർ ജീൻ പിയാഷെ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജീൻ പിയാഷെ ആണ്. മൂന്നാമത്തെ ചോദ്യം, കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിനെ പറയുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നിരീക്ഷണം, ഓപ്ഷൻ ബി കേസ് പഠനം, ഓപ്ഷൻ സി പരീക്ഷണം, ഓപ്ഷൻ ഡി അഭിമുഖം. അപ്പോ ഇതുപോലെ കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായിട്ട് അധ്യാപിക ഒരു കുട്ടിയെ മാത്രം തിരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി അതിനെ പറയണത് ഓപ്ഷൻ ബി ആണ്, കേസ് പഠനം, കേസ് സ്റ്റഡി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം, റാണി നല്ല നേതൃപാടവവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവൾക്കുള്ളത് ഏത് തരം ബുദ്ധിയാണ്? ബഹുമുഖ ബുദ്ധി. അതില് ബഹുമുഖ ബുദ്ധികളിൽ ഏത് ബുദ്ധിയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതില് ഓപ്ഷൻ എ യുക്തി ഗണിത ബുദ്ധി നൽകിയിട്ടുണ്ട്, ഓപ്ഷൻ ബി ദൃശ്യസ്ഥല ചരബുദ്ധി, ഓപ്ഷൻ സി വ്യക്തിയാന്തര ബുദ്ധി, ഓപ്ഷൻ ഡി ആന്തരിക വൈയക്തിക ബുദ്ധി. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വ്യക്തിയാന്തര ബുദ്ധിയാണ്.